പോയി കാട്ടുന്നു. ആസ്വദിക്കുന്നത് കൊള്ളാം, വലിച്ച് ചങ്കി കയറണ്ടാട്ടോടെ രഘു. ചൂണ്ടയുടെ പെണ്ണാവള് അവന്നിന്റെ ചങ്ക് കലക്കും. ചൂണ്ടേന്ന് ചാടിച്ച മീനും കൂട്ടി കുറെ ചോറിട്ടുള്ളതായി രഘു. ഞാൻ ആ മുത്തിനെ കുറിച്ചതിന്റെ പേരില് ആ പൊട്ടന്റെ മുമ്പില് തോൽക്കാൻ തുടങ്ങിട്ട് നാള് കുറെ. ഇവള് കൊള്ളാം സാറേ. ആ നാറിയുടെ കയ്യില് ഒതുങ്ങിക്കിടക്കണ ഇനമല്ല. കണ്ടോ, ചൂണ്ടേന്ന് ചാടിയില്ലെങ്കിൽ ചാടിക്കും രഘു. ഇത് ചൂണ്ടല്ല, വലയാ, ഉടക്ക് വല. ഉദയണ്ടാ, നിങ്ങളോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ആചാരി. ഞാനിപ്പോ അടുത്ത് കൂലിയും വാങ്ങിട്ട് പോന്നേലുള്ളൂ. അതെന്താണ് മൂപ്പര സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. കാണണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കാണണം. അല്ലേ, നീ ഇവിടെ കുത്തിരിക്കും. എന്താ രാത്രിക്ക് കൂട്ടെ മീൻ കിട്ടീനോ? ഏയ്, ഉണക്കമീനും ചക്കക്കുര. ഇതെങ്ങട്ടപ്പ ഇറങ്ങിപ്പോയേ? ഹാജിയാര് വിളിപ്പിച്ച. ഇന്ന് പുഴക്കടയിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആചാര് ഞാൻ നല്ലപ്പോഴാ കാണുന്നത്. മൂപ്പരിങ്ങളി എന്നോട് ചോദിച്ച് എന്ത്? ഇത്രയും നല്ലൊരു പെണ്ണിനെ ഉദയനേട്ടൻ ഏർന്ന് കിട്ടിയെന്ന്. കേക്കണ്ട എന്റെ തീയൻ, അടിച്ചോടിക്കും തന്നെ. ഞാൻ പറഞ്ഞ സത്യ. ഒരു ദിവസം നിങ്ങളെ ശരിക്കും കാണണല്ലോ എന്നും പറഞ്ഞ ആചാര്യ. ഓടാ അവിടുന്ന്. എന്തിനാ എന്നെ കാണുന്നത്? നിങ്ങളെന്താ ചീരടുത്തി ഒന്നും അറിയാത്ത പോലെ. നോക്ക് വേലായുധ, ഹാജിയരെ കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ അമ്മാതിരി പെണ്ണല്ലാന്ന് പോയി പറ നിന്റെ ഹാജിയരോട്. ചീരടുത്തിയെ മൂപ്പരെ പണക്ക് നമുക്ക് നല്ലതല്ലാട്ടോ. ഈ പാർക്കുന്ന പോരി, ഈ മണ്ണും കൊല്ലം മുഴുവനും പണി, ഇതെല്ലാം ആചാരെ കൊണ്ടുണ്ടായതല്ലേ. അതിന് ഞാൻ അയാൾക്ക് കടന്നു കൊടുക്കണോ? ഇന്ന് ചോദിച്ച മൂപ്പർ കഴിഞ്ഞ വേണ്ട. നാളെ വരാൻ പറ പെറുക്കിയോട്. സ്വന്തം അനിയനെ പോലെ എന്റെ തീയനിഞ്ഞ് അത് പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നോട് ഇക്കാര്യം ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്തായാലും എനിക്ക് മൂപ്പരുടെ മൊത്തം പറയാനുള്ള ധൈര്യം ഇല്ല. ഞാൻ പറയടാ, അതല്ലേ നാളെ വരാൻ പറഞ്ഞു. ഞാൻ പോവാ. ആചാര്യ ആളെ പറങ്കാവൻ തോട്ടത്തിൽ വരും. നിങ്ങൾ അങ്ങോട്ട് വാ. വിളിച്ചിട്ട് വന്നില്ലാന്നുള്ള പിണക്കം വേണ്ട. എന്നിട്ട് എന്താ വെച്ചാ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോളി. കടിച്ചു കീറി തിന്നൊന്നുമില്ലല്ലോ മൂപ്പര്. വേലായുധ,
ഈ ആട് കുറ്റിയിളക്കി പോയിന്ന് തോന്നുന്നത്. ഞാൻ നോക്കിട്ട് എവിടെയും കാണുന്നില്ലേ. ഉം. എന്താ വാറ്റ് തുടങ്ങാൻ പോവാ നിങ്ങള്? ആചാര്യ പറഞ്ഞ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഓം കമന്യേ നമഃ. ഓം കമസുന്ദരേ നമഃ. ഓം കമാത്തായേ നമഃ. ഓം കമതൂപയേ നമഃ. ഓം കൗമായേ നമഃ. ഓം കമസ്യ രൂപയേ നമഃ. ഓം കന്യകം രക്തദാഹിന്യേ നമഃ. ഓം ഉത്തിഷ്ടകര്യന്യം സർവസിദ്ധിം പ്രസന്യം മമ വശം സ്വാഹ. സുന്ദരേ ഓം കമ. ഓം കമതൂപയേ. ഇപ്പോൾ മുതൽ നീ ഭൈരവിയാണ്, യോഗിനിയാണ്. പൂർവാശ്രമത്തെ മറക്കുക, സാമൂഹ്യ ബന്ധങ്ങളെ മറക്കുക. ഓം കന്യകം രക്തദാഹിന്യേ നമഃ. ഓം കന്യകം രക്തദാഹിന്യേ. നിനക്ക് മുന്നിൽ ഇപ്പോൾ ആരാധ്യ ദേവത മാത്രം. മന്ത്രങ്ങളിലൂടെ നാം ദേവതയുമായി വിലയം പ്രാപിക്കും. ഹ്രീം ജലകന്യായേ നമഃ. ഹ്രീം ക്ലീം പ്രേതരക്ഷസ്യായേ നമഃ. ശക്തമായ അഭിനിവേശം വേണം. നിന്നിലെ ഭൗതികോർജത്തെ ആത്മീയോർജമാക്കി മാറ്റി അതിനെ നാം പരമാനന്ദത്തിനായി പരിണമിപ്പിക്കും. നോക്കൂ, മൂലാധാര പത്മം മുതൽ മൂർധാവിലെ സഹസ്രാര പത്മം വരെ ചക്രങ്ങൾ താണ്ടി കുണ്ഡലിനി ശക്തി ഉണരും വരെ നാം ഈ പൂജ തുടരും. വിഘ്നം സംഭവിച്ചാൽ ദേവീ കോപവും സർവനാശവും ഫലം. ഓർത്തിരിക്കുക. കിടക്കൂ. ഹ്രീം ക്ലീം ശ്രീം ഓം മഹാകാളീ നമഃ. നിന്നിലെ ഊർജം ചോർന്നു പോകാതിരിക്കാൻ നാം ന്യാസം ചെയ്യുന്നു. നവദ്വാരങ്ങളും ത്വക്കും വിരൽത്തുമ്പുകളും മുദ്രയിലൂടെ നാം ബന്ധിക്കുന്നു. ക്രീം 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 ഹും ഹും ക്രീം ക്രീം സ്വാഹ.
തീർത്ഥാടനമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് തിരിച്ചു പോവാന്നാ എന്റെ അഭിപ്രായം. കുറച്ചു ദിവസം കൂടി പൂജ തുടരണമെന്നാണ് ധർമാജി പറയുന്നത്. ഈ പൂജ തുടരുന്നതിൽ ഞാൻ ഒരർത്ഥവും കാണുന്നില്ല. അനർത്ഥങ്ങളാണ് ഏറെ. വേണ്ട കുട്ടി. നിങ്ങൾക്ക് അനിഷ്ടമാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാം. പക്ഷേ അതൊരു ഗുരുനിന്ദയാവില്ലേ? ശരിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന കാര്യം നീ ഓർക്കണം. ഇവിടെ അതിരുകൾ ലംഘിക്കുകയാണ്. എന്ത് കർമ്മങ്ങളുടെ പേരിലാണെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റണില്ല. ഈ വിധം സംശയിക്കുന്നതില് എനിക്ക് ദുഃഖമുണ്ട്. ഒരു യോഗിനിയാണെന്ന കാര്യം നിങ്ങൾ മറക്കുകയാണ്. വേദവതി എന്നോട് ക്ഷമിക്കണം. ഞാനില്ല. കെട്ടിയൊരുങ്ങി നാട്ടുകാരെ കാണിക്കാൻ വിളിക്കണ്ട എന്നെ. തല്ലും ബഹളും. മനുഷ്യരെ പോലെ ജീവിക്കാൻ അറിയില്ലല്ലോ. ഒന്നും വേണ്ട, വൃത്തിയായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. ചൂണ്ടയുടെ പെണ്ണെന്ന് പറഞ്ഞ നാട്ടുകാർ നോക്കുമ്പോ ഒഴിവരിക്കുന്ന പോലെ എനിക്ക്. എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത്? എന്തിനാന്ന്? എന്താടി നല്ലപ്പം കാണുന്ന നോക്കുന്നത്? ഒന്നുമില്ലേ, ഈ തിന്നുന്നതും കുടിക്കുന്നൊക്കെ വേർത്ത് പോവാൻ നിന്റെ തടി കുറെ നയിക്കണല്ലോ എന്ന് ആലോചിച്ചതാ. അടുത്തിരിക്കേ. ആചാര്യൻ
ആ കുപ്പിയും എടുക്കടി. കരിങ്കണ്ണി വീണ കഞ്ഞി കുടിച്ചിട്ട് ചത്തുവെന്ന് പറഞ്ഞേക്ക് ഇടവലത്തുള്ളവരോട്. బుజ్జి మంచోడు కదా, ఆ తీగ మీద ఉంది, అది అందుకోవా? ఏది? అదిగో ఆ పువ్వులది పక్కన. కొంచెం తీసివ్వు నాన్న, అవతల చాలా పనుంది. వెళుతూ రావడం లేదు, అర్థం బుజ్జి. కావాల్సినంత వెళ్తురుంది, ఆయన కూడా కనపడకపోతే కళ్ళజోడు తొడుక్కుంటే బెటరు. నేను కళ్ళద్దాలు తొడుక్కుంటే ఎలా ఉంటాను? ఎలా ఉంటావో చెప్పనా? స్కూల్లో టీచర్ ఏముంటుంది, అచ్చం అలా ఉంటావు. అలాగా అండి? అవునండి. బుజ్జి నన్ను పని చేసుకునివ్వా. ఈ మిషన్ ఎలా తొక్కాలా అని నేర్చుకోవడానికి వచ్చాను. కుట్టు మిషన్ నేర్పమని ఎన్నిసార్లు అడిగినా నువ్వు అసలు పట్టించుకోవడం లేదుగా. ఎందుకని? కుట్టు మిషన్ నేర్చుకుని టైలరింగ్ షాప్ పెట్టుకుంటావా? ఎగతాళం చేయక్కర్లేదులే. ജനിച്ച നാട്ടിലേക്കോ എന്റെ വീട്ടിലേക്കോ മടങ്ങിപ്പോവാനാവില്ലിനി. വേറെ എങ്ങോട്ടാ ഞാൻ പോകണ്ടേ? തെരുവിലേക്കോ? പറയ. ദൈവങ്ങൾ പോലും ദയ കാണിക്കാത്ത ജന്മ എന്റേത്. പാവ എന്റെ അമ്മ എന്റെ മുന്നിലിട്ട് ക്രൂരമായി പിച്ച് ചീന്തിയത്. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ ഞാൻ ഒടുവിൽ ഉടുത്തതെല്ലാം സ്വയം ഊരി വലിച്ചെറിഞ്ഞ് ആൾക്കൂട്ടത്തിലേക്ക് അലറി വിളിച്ചോടി പോകുന്ന അമ്മയുടെ രൂപം ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്. പറയൂ, ഇതിന് മാത്രം ശിക്ഷിക്കും എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു പെണ്ണായി ജനിച്ചു പോയത് ഇത്രയും വലിയ തെറ്റാണോ? പറയൂ, എവിടേക്കാ ഞാൻ പോകേണ്ടത്? ആരെയും ഞാൻ വിശ്വസിക്കേണ്ടത്? എനിക്കാരുമില്ല. കരയരുത്, ഞാനുണ്ട്.
చెప్పింది తయారైందా లేదా? అమ్మ ఇంట్లోనే ఉంది. అన్నట్టు రతుందా? పెరట్లో ఉందిరా, వెళ్ళు. అలాగే. రతి, వీక్లీ పుస్తకాలు తీసుకొచ్చాను. అక్కడ పెట్టేళ్ళు. మరి నేను బయలుదేరినా? సరే. നീ എവിടായിരുന്നു? നാളെ മുത്തിന്റെ കല്യാണല്ലേ. അവള് പോട്ടെ, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. നിനക്ക് ഞാനില്ലേ? എന്തിനാ നീ എന്റെ പാവം ചേട്ടനെ കൊല്ലിച്ചത്? എന്തിനാ നീ എന്റെ ജീവിതം തകർത്തത്? പറയടി. നിനക്ക് വേണ്ടി. കണ്ടറിഞ്ഞ നാൾ മുതൽ ചേട്ടത്തെ അല്ല എനിക്ക്, അമ്മ എന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് മാത്രമാ നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. എന്തിന്? എനിക്ക് വേണ്ടതൊരു മകനെയല്ല, ഒരാണിന്റെ തുണയാണ്. അതെ, ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കാനുള്ള ഭ്രാന്ത്. എന്താ നിനക്ക് എന്നെ സ്നേഹിച്ചാല്? ഞാൻ പെണ്ണല്ലേ, ഞാൻ സുന്ദരിയല്ലേ, എന്റെ മാത്രം. അറപ്പാണ് എനിക്ക്, കൊഴുത്ത പട്ടേക്കൾ അറപ്പ്. ശാപമേ, എനിക്കൊരു പെണ്ണുണ്ട്. എത്ര പറിച്ചെറിഞ്ഞു കളഞ്ഞാലും എന്റെ മനസ്സിൽ അവളുണ്ട്. അവളെയും കൊണ്ട് ഞാൻ വരും നിന്റെ മുമ്പിൽ. നീ അത് കാണണം. വിടില്ല, ഞാൻ വിടില്ല നിന്നെ. రండి సార్. ఈరోజు లైబ్రరీకి వెళ్ళలేదా? లేదు. ఆ రోజేంటి పెద్ద విభూతి పెట్టుకుని తపస్సు చేస్తూ కూర్చున్నావు? ఆ రోజు అడగాలనుకున్నాను, దేనికోసం తపస్సు చేస్తున్నావా అని. వశీకరించడానికి. ఎవరిని ఎవరిని వశీకరణ చేసుకోవడానికి? నిన్ను రతి. బుజ్జి, ఏమిటి అనేది? అవును, నిన్నే. ఏంటి బుజ్జి ఇది? ఎంత చనువు ఉంటే మాత్రం ఇలా మితిమీరి ప్రవర్తిస్తావా? ఇంకాపు, ఇలాంటి పిచ్చి పిచ్చి ఆటలు నాతో ఆడుకో చెప్తున్నాను.
ഞാനാ രഘു. ആർക്കാടാ എന്നെ വേണ്ടത്? ഭയക്കണ്ട, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. നീ നീ എന്തിനാ വന്നേ? മതി, നിർത്ത്. സജിക്കുട്ടൻ, ചൂണ്ടയല്ല സജിക്കുട്ടൻ. അവന്റെ ദേഹത്ത് ഇനി ഒരു പോറല് പോലെ ഏൽക്കാൻ പാടില്ല. അതിനുവേണ്ടി നീ തുറന്നു വിട്ടവരെ തിരിച്ചു വിളിക്കണം. അവരിനി ഇവിടെ ഉണ്ടാവരുത്. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? എന്നെയോ അതോ മറ്റു വലുതോ? പറഞ്ഞു. എന്തിനു തയ്യാറായിട്ടാ ഞാൻ വന്നത്? നിനക്ക് ഭ്രാന്താണോ? സജിക്കൊന്നും വരരുത്. വരില്ല. എനിക്ക് വിശ്വാസമാണ് നിന്നെ. എച്ചിലാണ് ഞാൻ. ചീഞ്ഞ ശവത്തിന്റെ മണമുള്ള ചൂണ്ടയുടെ എച്ചിൽ. നീ ഒരാണാണ്. ചൂണ്ടയുടെ എച്ചിൽ വേണോ നിനക്ക്? നീ മോഹിച്ചതും കൊതിച്ചതും അവളെയല്ലേ, മുത്തുലക്ഷ്മിയെ. അതിന്റെ പേരിൽ കുറച്ച് അപമാനം സഹിച്ചതല്ലേ. അവളെ നിനക്ക് തരാൻ ഞാൻ. പകരം സജി എനിക്ക് വേണം. ഭ്രാന്ത് പറഞ്ഞതല്ല, വാക്കാണ്. താമര രഘുവിന് തരുന്ന വാക്ക്. ഒരു കല്യാണത്തിന് ഒരുങ്ങിക്കോ നീ. താമരേ, നിന്റെ ചൂണ്ടയെ കൊന്ന ഞാനല്ല, സത്യം. బుజ్జి, ఇదిగో ఇక్కడ. బుజ్జి,
നല്ല പേരാ. പേര് പോലെ തന്നെ താമര പൂവാ. ഇനി താമരേച്ചി എനിക്കൊരു കൂട്ടാവുമല്ലോ. ഒന്ന് നിർത്തടാ, ചെവിതല കേൾപ്പിക്കത്തില്ല പോത്ത്. വെച്ച് തരേണ്ടത് ഇന്നലെ മുഴുവൻ ഈ പെങ്കൊച്ചിനെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നില്ലടാ നീ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും അവിടെ. എടാ ചൂണ്ടേ, എന്തൊരു പെണ്ണാടാ അത്. എവിടെ ചാടിച്ചു നീ ഇതിനെ? എന്താ പറയുക? എന്താ നാളിതുവരെ ഒന്നിനോടും ഇഷ്ടം തോന്നാത്തവനാ. ഈ കാണുന്നതും കാട്ടണതുമായ വിവരക്കേടേ ഉള്ളൂ. ഈ കാട്ടിൽ വളർന്നതല്ലേ. നിന്നെ ഞങ്ങൾക്കൊക്കെ ശരിക്കും അങ്ങ് ബോധിച്ചു. ഇനി ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ, ഞങ്ങളിതങ്ങോട്ട് ഉറപ്പിക്കുക. ചോദിക്കാനും പറയാനൊക്കെ ഇവന് ഞങ്ങളേ ഉള്ളൂ. എൻ്റെ മോനാ, ഇവനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. നാളെ നിങ്ങളുടെ കല്യാണം. അങ്ങോട്ട് കൊടുക്ക. കാലിയെടുക്കും, കാലിയെടുത്ത് കെട്ടാൻ. അന്തിക്ക് മാനത്തെ മോന്തായ കൂട്ടിയില് നാണിച്ച് നിക്കണ പെണ്ണേതാ, നാണിച്ച് നിക്കണ പെണ്ണേതാ. അന്തിക്ക് മാനത്തെ മോന്തായ കൂട്ടിയില് നാണിച്ച് നിക്കണ പെണ്ണേതാ. തന്തിനത്താനാരേ തന്തിനത്താനാരേ. മൂക്കുത്തിങ്കമ്മലും പാദസരമിട്ട ചെഞ്ചായ ചുണ്ടുള്ള പെണ്ണേതാ. തന്തിനത്താനാരേ തന്തിനത്താനാരേ. മുല്ലപ്പൂ മാലയും പൊന്നിട്ടാരഞ്ഞാണോ ചന്തത്തിൽ ചാർത്തിയ പെണ്ണേതാ, പെണ്ണേതാ. മിന്നൊന്നോ കെട്ടിയ ചെക്കനെ കാത്തിന്ന് പായ വീരിച്ചിട്ട പെണ്ണേതാ. അയ്യോ, പായ വീരിച്ചിട്ട പെണ്ണേതാ. അന്തിക്ക് നാണോ കുണുങ്ങണ പെണ്ണേതാ. അന്തിക്ക് നാണോ കുണുങ്ങണ പെണ്ണേതാ. ഓ തിത്തമി 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 തീർന്നോ തീർന്നോ തയ്യാറോ. തീർന്നോ തയ്യാറേ. ചേച്ചി ഇനിയും പേടിക്കാണോ? ഇനി ആരും ചേച്ചിയെ തേടി നാട്ടിൽ നിന്ന് വരാൻ പോണില്ല. വരുമെങ്കിൽ പണ്ടേ വന്നേനെ. അവര് വരും. കൂട്ടത്തിലൊരുത്തനെ കുത്തി കയറിട്ടാ ഒന്നാ. ചൂണ്ട കൂടെയുള്ളപ്പോ ചേച്ചി ആരെയും പേടിക്കണ്ട. ചൂണ്ട, അതാണോ അയാളുടെ ശരിക്കുള്ള പേര്? ആവും, മൂപ്പരെല്ലാരും അങ്ങനെയാ വിളിക്കണേ. മീൻ പിടിക്കാൻ പോണതുകൊണ്ടാ. വരുന്നു ചേച്ചി. സത്യത്തിൽ ചേച്ചിക്ക് കല്യാണത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ? പ്രണവാത്മകം ഘോരാന്ധകാരവിനാശകരം പത്മാസനസ്ഥം തേജോമയം ശുഭദായകം. ഓം ശാന്തിയോ ശാന്തിയോ ശാന്തിയോ. ധിരന ധിം തനന ധിരന 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 ധിം തനന ധിരന 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 ധിരന.
മന്ത്രാർച്ചിതം സ്നേഹസുധാരസം അഥർവകം വരസാധകം മാനസതീർത്ഥമായി കാമിതനേദ്യമായി ലാസ്യവിലോലപദം ലാസ്യവിലോലപദം ഗൂഢമന്ത്രാർച്ചിതം സ്നേഹസുധാരസം അഥർവകം വരസാധകം തന്ത്രങ്ങൾ മന്ത്രങ്ങൾ തീർക്കും യോഗാഗ്നിയായി നീറുന്നു മൃദന്തങ്ങൾ വേദത്തിൻ ചുണ്ടിൽ ജ്ഞാനാമൃതം തേടുന്നു സംഹാര ദീപങ്ങൾ പോലെ ദിഗന്ധങ്ങൾ ക്രോധാഗ്നി നീട്ടി സംഹാര ദീപങ്ങൾ പോലെ ദിഗന്ധങ്ങൾ ക്രോധാഗ്നി നീട്ടിയാമിനി ജീവദായിനി പാടാത്ത വേദാന്ത ചന്തം തേടുന്നു ഹോമാഗ്നി ദ്രുതനടനം ഗൂഢമന്ത്രാർച്ചിതം സ്നേഹസുധാരസം അഥർവകം വരസാധകം നടന കേളികളിലാടിയാടി ഹൃദയം വേദമുദ്രകളിൽ അമൃതധാരയൊഴുകി സ്നേഹസിന്ധുനല പ്രേമ ഗംഗ കുളിർ ചൂടി നിന്നു പദമാടിടുന്നുവോ ശുഭരാഗ ഭംഗികള ഹംസഗാന സുധ ചാർത്തി വന്നു കഥയോതിടുന്നുവോ പ്രേമചന്ദ്രികയിൽ ഊയലാടി നിറമേളമോടെ അലിയുന്നുവോ അവളാ എന്നെ കൊണ്ട മഹാഭാവം ചെയ്യിച്ചത്. അവസാനം എന്നെ സാർ എവളുടെ കാര്യം പറയുന്നത്? താമര വിഷം, അവള് വിഷം. പറയാൻ ധൈര്യം പോരാ. അതാ ഒരാളെങ്കിലും സത്യം അറിയണം. കരിമ്പാറയുടെ കരുത്തുള്ള ചൂണ്ട, മതിച്ചു വരുന്ന കാട്ടുമൃഗത്തിനെ ഒറ്റയ്ക്ക് നിന്ന് കീഴ്പ്പെടുത്തുന്ന ചൂണ്ട. അയാളെന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കി തരാവനെ.
ఎందుకని? అందరూ నిన్నేగా తప్పుగా మాట్లాడుతున్నారు. అదేం పర్లేదు. అందుకు కారణం నేనే కదా? కాదు. కాదా? నువ్వు కాదా, నేనే కదా పెద్దదాన్ని. కొంచెం జాగ్రత్తగా ప్రవర్తించుండాల్సిందే. బుజ్జి పద వెళ్ళిపోదాం. బుజ్జి ఎక్కడికి? రతి ఆగు.
ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ 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 ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ 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 നെഞ്ചിരിയിലെ അഴകേ വാ പൂമഴ ഇത് നനയാൻ വാ മനസ്സിലെ മണിയറ തഴുകിയ മണിക്കുയിലേ ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ 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 ഗന്ധർവനെ വാ 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 നീലാഞ്ജനം താ 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 മഴവില്ല മിഴികളിൽ എഴുതാ മരതകക്കൊലുസൊന്ന് പണിയാ പദനുര വിരിയുമി പാൽക്കടൽ തിരകളിൽ പൂമഞ്ചം തീർക്കാം ഓ ചുരുമുടിയിഴകളിൽ തഴുക കനവിലെ കളി വഞ്ചി തുഴയാ പദനുര വിരിയുമി പാൽക്കടൽ തിരകളിൽ പൂമഞ്ചം തീർക്കാം സ്നേഹഗന്ധമോലും ശ്യാമസന്ധ്യയിൽ പുഷ്ടിരാഗത്തേരിൽ വന്ന ഗായക പകലറിയാതെ ഇരുളറിയാതെ പുഴയുടെ സുരസുഖ കയങ്ങളിൽ ഇണകളീരാട ഗന്ധർവനെ നീലാഞ്ജനം താ 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 ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ 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 ഓ ഓ ലാ 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 ദാനിനം തനന ദാനിനം തനന ദാനിനം ദാനന തനനാനിനം തനന ദാനിനം തനന ദാനിനം പുലിനഖയിലസ് കൊലുക്കാം മറുകുള്ള വിരിമാറിൽ അണിയാം അനുരാഗ കിളിയുടെ തുടിക്കും ചിറകിലെ പൂമാനം ചുറ്റാം പുലിനഖയിലത്ത് കൊരുക്കാം മറുകുള്ള വിരിമാറിലണിയാ അനുരാഗ കിളിയുടെ തുടിക്കുമി ചിറകിലായി പൂമാനം ചുറ്റാ സൂര്യകാന്തിയോലും സ്വർണ്ണ താമരേ ചന്ദ്രബിംബം തേടും സ്വപ്ന കന്യകേ മഴയറിയാതെ മുകിലറിയാതെ ദിശയുടെ തണുകിലും ഒരിനകല ദേവാംഗനെ വാ 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 ഗന്ധർവനെ വാ എടുത്തിടാം ఏమైంది లేరది నేను నీతో ఇంటికి వస్తాను. వద్దు, అనవసరంగా గోళ్ళు గొడవలు వస్తాయి. నువ్వు ఒక్కతివి. ఏం పర్లేదు, ఎవరితోనూ ఏం చెప్పొద్దు.
రతి రతి అమ్మా ఏమైందమ్మా ఏమైంది తల్లి భగవంతుడా నా కూతురికి ఏమైంది ఏమైంది తల్లి కాలు అలా ఉందేమిటి అయ్యో కాలికి ఏమైంది ఏమైంది అయ్యో పాము కాటేసిందా ఒరే అన్నయ్య త్వరగా రారా నా కూతుర్ని పాము కాటేసిందిరా త్వరగా రా అయ్యో నేను ఇప్పుడేం చేయను భగవంతుడా బాబు కాస్త త్వరగా రండి రండి పదండి నేను వస్తాను అన్నయ్య నా కూతుర్ని కాపాడరా కాపాడు താമരേ എന്തേ രാമപ്പ ഒരു പരാതിയും കൊണ്ട് വന്നതാ. പരാതിയോ? അതെ, ഈയിടെയായി താമര ഇവളോട് മിണ്ടണില്ലെന്നോ അകൽച്ച കാട്ടണോന്നൊക്കെ പറഞ്ഞേ തിന്നാണ്ടും കുടിക്കാണ്ടിരിക്കേ. അത് നല്ലതാ, ഇവളുടെ പൊണ്ണത്തടി ഒന്ന് കുറഞ്ഞോട്ടെ. ഓടി ഈ അച്ഛൻ വെറുതെ പറയുന്നതാ. ഞാൻ നിന്നോട് പിണങ്ങൂ, എന്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ നീ. വേറൊരു കൂട്ടം പറയാനും കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആദ്യം പറയേണ്ടത് നിന്നോടാണല്ലോ, നീയാണല്ലോ ഇവിടുത്തെ കാരണമത്തി. പിന്നെ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതാ. എന്റെ ചൂണ്ട അവന്റെ വലിയൊരു ആശയായിരുന്നു അത്. ഇവരുടെ കല്യാണം ഇനി അത് നീട്ടണ്ട. ഈ കർക്കിടക വഴക്ക് മുമ്പ് അതങ്ങ് നടത്തണം നമുക്ക്. അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. നീ എന്താ? ദേ, ഒരു മരണം നടന്ന വീടായത്. അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ രാമപ്പ. അത് മറന്നു എല്ലാരും. നേരെ അവള് പറഞ്ഞ നേരെ. లైట్ ఇటు చూపించు బుజ్జి, ఇటు చూపించమంటున్నానా? నాకేం కనపడడం లేదు బుజ్జి. ఇప్పుడు పద. ఎదుగోండి, మీరే ఉంచుకోండి. అక్కర్లేదు, నాకు దారి కనపడేట్టు చూపిస్తే చాలు. వద్దు, ఎదుగోండి, మీరే పెట్టుకోండి. మీ దారి మీదే, నా దారి నాదే. బుజ్జి, అదేగా ఉదయం మీరు అన్నదే. కాదు. అవును కాదు బుజ్జి, నీ ప్రవర్తన పోకడ సరిగ్గా లేనందువల్ల నేను కొంచెం కసిరానంతే. అదేం కాదు. మరి మీకు నేనంటే ఇష్టం లేదు అని నేను చెప్పాను నీతో? అని నేను నీతో చెప్పానా బుజ్జి? నీ మీద నాకేం ద్వేషం లేదు బుజ్జి. మరి ఉదయం ఎందుకలా అన్నా? ఏమని?
నీతో మెలగొద్దని అన్నావు లేదా? నేను మరో విధంగా అన్నాను. నువ్వు ఇప్పుడు పిల్లాడు కాదు, పెద్దవాడు అయ్యావు. అందుకని మన ఇద్దరం విడిపోవాలా? అదేగా అర్థం? అక్కర్లేదు, విడిపోనక్కర్లేదు. ఎన్నటికీ కలిసిమెలిసి ఉందాం. పద. అరెరే, ఏంటిది చిన్నపిల్లాళ్ళ ఏడుస్తున్నావా బుజ్జి? సరే, మన మనస్పర్ధలు తీరిపోయాయి. എവിടേക്കാ ഞാൻ പോണ്ടത്? പറയടാ. നീ എന്താ കരുതിയത്? നിന്റെ ചേട്ടനെ കണ്ട് മോഹിച്ച് കൂടെ ഇറങ്ങിപ്പോന്നവളല്ല ഞാൻ. പറിച്ചെടുത്ത് കൊണ്ടുവന്നതാ എന്നെ ഈ നരകത്തിലേക്ക് ബലമായിട്ട്. ആരോടും പറഞ്ഞിട്ടില്ല, ആരെയും അറിയിച്ചിട്ടുമില്ല. നീ അറിയണം ഞാൻ എങ്ങനെയാ നിന്റെ ചേട്ടന്റെ ഭാര്യയായതെന്ന്. കായലിൽ മീൻ പിടിക്കാനെത്തിയവരുടെ കൂട്ടത്തിലിരുന്ന് അയാൾ മാത്രം എന്നെ തറച്ചു നോക്കുമായിരുന്നു. പലപ്പോഴും തക്കം പാർത്തിരുന്നവർക്കിടയിൽ അന്ന് വരെ ഞാൻ എന്നെ കാത്തുപിടിച്ചിരുന്നു. നിന്റെ ചേട്ടൻ കടന്നു വന്ന ആ രാത്രി വരെ, ശപിക്കപ്പെട്ട ആ രാത്രി. ఎవరో బుజ్జ లోపలుండి వెళ్ళు. నారాయణత, రతి, ఇదిగో మ్యాగజైన్. దీనికి ఇప్పుడు తొందర ఏంటి? ఇంట్లో ఒక దొంగలు దూరిన అంతే సంగతి కాబోలు. అన్నట్టు నారాయణతది ఇంట్లోనే ఎక్కడో ఉంటుంది, లేదా స్నానానికి వెళ్ళి ఉంటుంది. ఏంటి ఇప్పుడు? అమ్మొకసారి ఇంటికి పిలుచుకురమ్మంది. ఎవరిని? నిన్ను కాదులే, నారాయణత వాళ్ళని. ఎందుకని? అది ఇంట్లో ఏదో విశేషం అంట. విశేషమా? ఏదో ఉందంట. ఏంటి అంత పెద్ద విశేషం? శాంతి ఉంది కదా, ఆ అదే మన శాంతి. అవును, శాంతి. శాంతి త్వరగా చెప్పు బుజ్జి. నేను నీ చెవిలో చెప్తాను. శాంతి ఉంది కదా, శాంతికి విశేషం.
വേലായതാ നമ്മളെ ഉദയനേട്ടന്റെ തീയത്തിയ ഇത്രയും കാലം ഏടെ ഒളിപ്പിച്ചു വെച്ച നായി లేదు ఇంకా బుజ్జి 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 ఎక్కడికి వెళ్ళిపోయావు తక్క దొరికింది రండి పోదాం మనం ఓడిపోయామక్క చాముండా ఓం చండిగయే నమః ఓం ప్రచండిగయే ఓం చండిగయే నమః ఓం ప్రచండిగయే ఓం చండముండాది వేగిన్యే నమః ఓం విశాలాక్షిణ్యే ఓం ప్రసన్నాస్యాయే నమః ఓం దుర్గస్ననశిన్యే నమః ఓం చాముండాయే ఓం చండిగయే నమః ఓం ప్రచండిగయే ఓం చండముండాది వేగిన్యే నమః ఓం విశాలాక్షిణ్యే ఓం ప్రేతపాణిన్యై నమః ఓం మహాదంష్ట్రాయే ఓం మఠహాస్యాయే నమః ఓం విశాలాక్షిణ్యే നല്ല ക്ഷീണം ഉണ്ടാവും സുഖമായി ഉറങ്ങാം രണ്ടാം പാദം വരെ ഇനി സ്വാമിയുടെ ഏകാന്ത പൂജയാ మంచి వాసన ఆహా సెంట్ అది కొట్టుకుని ఉదయాన్నే ఎక్కడికి ఊరికేయాలా ఊరికే అలా నుంచోపోతే కాస్త ఊడ్చి నాకు సాయం చేయొచ్చుగా రేపు పూజ ఉంది ఎవరికి అవసరమో వాళ్ళు ఊడ్చుకోండి ఎవరూ నేర్పించలేదు మరి నా అంతటి నాకే తోచింది నీకు ఇలాంటివి కూడా తోస్తాయా వెళ్ళి మీ అమ్మతో చెప్తానుండు എന്താ എല്ലാവരും നോക്കി ഇവിടെ വന്നിരുന്നേ വാ എടാ രവി നീ അവിടെ പോയി സഹായിക്കടാ നല്ല മഴക്കോളുണ്ടല്ലോ കല്യാണ സമയത്ത് മഴ പെയ്യോ ഓ രഘുവും കൂട്ടിന് പുറപ്പെട്ടിട്ടുണ്ട് നീ അങ്ങോട്ട് ചെല്ലി എടാ പിള്ളേരെ ഇവരെ കൊണ്ട് ഞാൻ എടാ പന്തലി കിടന്ന് ഓടലേടാ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഈ കല്യാണം നടക്കരുത് ചേരേണ്ടത് നീയും സച്ചിൻ തമ്മില അതെ മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആണിനൊപ്പം ജീവിക്കും ഒരു പെണ്ണിനും വിധി ഉണ്ടാവരുത് അതനുഭവിച്ചുള്ള ഞാൻ പൊട്ടിച്ചെറിഞ്ഞത് ഞാനാ കൂട്ടിയിണക്കാൻ വന്നത് നീ വരണം എന്റെ കൂടെ വിശ്വസിക്കണം സജിക്കുട്ടൻ പോയിരിക്കാ രഘുവിനെ കാണാൻ അവൻ മടങ്ങി വരുമ്പോ നീ അവിടെ വീട്ടിലുണ്ടാവണം ഈ മല ഇറങ്ങി പോകും മുമ്പ്
ഒരു ശരിയെങ്കിലും ചെയ്യണം എനിക്ക്. ആരും തടയില്ല നിന്നെ. ചെയ്ത കുട്ടി പാപങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കാൻ. അനയ വന്ന് കണ്ട് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് എന്റെയും മുത്തിന്റെയും കല്യാണോ? ഞാൻ ചോദിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ. വേണ്ട. പേടിക്കണ്ട, അവനിങ്ങെത്തും. വലത് കാല് വെച്ച് കേറി വാ, കേറി വാ. ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. ഇഷ്ടപ്പെട്ട ഒരാണിനൊപ്പം ജീവിക്കുക എന്നതിനേക്കാൾ മറ്റെന്ത് ഭാഗ്യം ഒരു പെണ്ണിനെ കിട്ടേണ്ടത് അല്ലേ? ഞാനും മോഹിച്ചിരുന്നു ചിലതൊക്കെ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ നീ സ്നേഹിച്ചിരുന്നു അവനെ. ഇല്ല, ഞാൻ സ്നേഹിച്ചതിനേക്കാൾ, ഞാൻ ആശിച്ചതിനേക്കാൾ ഒരു പെണ്ണിനും അവനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നിട്ടും ഞാൻ തോറ്റു. എന്നും എവിടെയും എനിക്ക് മാത്രം തോൽവി. അതെന്താടി അങ്ങനെ? നിന്നെ ഞാൻ അരിയിട്ട് വാഴിക്കുമെന്ന് കരുതിയോ? എനിക്ക് ജയിക്കണം. അതിന് നീ ചാവണം. അവൻ തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല. పంచి పైకి మడిచి కడితే పెద్ద వస్తాదమైపోతావా? తేలిక తీసి పారేకో. నేను ఇంజనీరింగ్ కాలేజ్ కి వెళ్లేలోపు ఎలా బాడీ పెంచుతానో చూడు. అందుకే రోజుకి 2 గుడ్లు. బుజ్జి నీకు పని చెప్తా, చేస్తావా? ఏంటది? రా. ఏంటో చెప్పు. సైకిల్ ఉంది కదా, ఓసారి అలా టౌన్ వరకు వెళ్ళొస్తావా? ఎందుకో చెప్పు, అప్పుడు చెప్తాను వెళతానా వెళ్ళనా అని. ఇదిగో. విషయం తెలియకుండా డబ్బులు పుచ్చుకోను. సరే, ఈవేళ వెళ్ళాలని లేదులే. కాకపోతే 2 రోజుల్లోగా ఖచ్చితంగా నాకు ఆ గాజులు తెచ్చి తీరాలి. ఏ గాజులు? హై స్కూల్ పక్కన ఒకడు అమ్ముతాడే అవి. సరే, ఇప్పుడు ఆ గాజులకు తొందర ఏమొచ్చింది? తొందర జాతర జరిగేటప్పుడు కొత్త గాజులు వేసుకుని తీరాల్సిందే. ఇదిగో, ఇదే నా సైజ్. 2 డజన్లు. 1/2 డజన్ నలుపు, ముదారెరుపు 1/2 డజన్, ఆకుపచ్చ 1/2 డజన్. 1/2 డజన్ నీకే కలర్ నచ్చితే అది. నీకే కలర్ అంటే ఇష్టం? నీ కలర్ అంటేనే ఇష్టం. ഇതൊരു താൽക്കാലിക രക്ഷ മാത്രമാണ്. ഉഗ്രരൂപിയാണ് ഈ ബാധ. അതിനാൽ തുടർ പൂജയും പരിഹാരക്രിയകളും ആവശ്യമാണ്. കുറച്ചുനാൾ കൂടി ശ്വേത ഈ ആശ്രമത്തിൽ തങ്ങേണ്ടി വരും. ഈ വിവരം മറ്റാരും അറിയരുത്, കിരൺ പോലും. അറിഞ്ഞാൽ അത് നിനക്കും ഞങ്ങൾക്കും ഒരുപോലെ ആപത്താണ്. വേദവതി, ഇവളെ ആശ്രമ ചടങ്ങുകൾ പഠിപ്പിച്ചു തുടങ്ങുക. ഇന്ന് സന്ധ്യാവന്ദനം കഴിഞ്ഞാൽ ഇവൾ ഭൈരവിയായി മാറും. പോയിക്കോളൂ. കിരൺ,
How do you feel now? Are you okay? I am better now. നടന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ നീ? കുറച്ചൊക്കെ ഒരു മായ പോലെ. ഇനി തൽക്കാലം ഈ ക്ഷീണം മാറിയിട്ട് മതി യാത്രയൊക്കെ. എന്താ? ഞാനും അത് പറയാനിരിക്കായിരുന്നു. കുറച്ച് ദിവസം പൂജയും പരിഹാരക്രിയയും ചെയ്യണമെന്നാ ധർമാജി പറയുന്നത്. ആട്ടെ, നല്ല കാര്യമല്ലേ? അതുവരെ ഞാനും ഉണ്ടല്ലോ. ബട്ട് കിരൺ, എന്താടാ പറയൂ. പൂജ തീരും വരെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞുകൂടാന്നാണ് ധർമാജി പറയുന്നത്. ധർമാജി അങ്ങനെ പറഞ്ഞു? ആ ഓക്കെ, പൂജയുടെ ഭാഗമല്ലേ. യു ഡോണ്ട് വറി ശ്വേത. ഗായത്രി യമുനൊക്കെ ഉണ്ടല്ലോ കൂട്ടിന്. നിനക്ക് ബുദ്ധിമുട്ടാവരുത്. കുറച്ച് ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ കിരൺ. പ്ലീസ്. ഓക്കേടാ, നോ പ്രോബ്ലം. നിന്റെ സൗഖ്യമാണ് എന്റെ സന്തോഷം. അതിനുവേണ്ടി കൂടിയാണല്ലോ നമ്മളിവിടെ എത്തിയത്. എന്താടാ? കം ഓൺ. രസതന്ത്രത്തിന്റെയും ലൈംഗിക തന്ത്രത്തിന്റെയും ഒരു മിശ്രിതമാണ് തന്ത്ര. രതി വ്യക്തികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും മരണം ബന്ധവിച്ഛേദനം നടത്തുകയും ചെയ്യും. എന്തു പറ്റി? കം ഫാസ്റ്റ്. ഇനി അരമണിക്കൂർ നടന്നാലേ റോഡിലെത്തൂ. പ്ലീസ്. ഓഹോ, അപ്പൊ എന്നെ പറഞ്ഞയച്ചിട്ട് വേണം നിനക്ക് അവളെ സ്വന്തമാക്കാൻ. ഞാൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ശ്വേത, what happened? നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞാൻ ആരെ സ്വന്തമാക്കുന്ന നീ? നിനക്കൊന്നും അറിയില്ലല്ലേ, ഞാൻ പണ്ടേ മോഹിച്ചത് അവളെ. നീ ഒഴിഞ്ഞു തന്നെ, അല്ലെങ്കിൽ നീയാണോ ഡ്രാമ കളിക്കുന്നത്? നിന്നെ ഞാൻ കൊല്ലും. వచ్చిన అతనికి నువ్వు నచ్చావా? నచ్చుండొచ్చు. అతను నీకు నచ్చాడా? ఎవరు? వచ్చిన అతను నచ్చలేదు. ఇష్టం లేని వ్యక్తితో నువ్వెలా కాపురం చేయగలవు? అలాంటి అతన్ని ఎందుకు పెళ్లి చేసుకోవడం? ఎవరన్నారు నేను అతన్ని పెళ్లి చేసుకుంటానని? చేసుకోవా? చెప్పు, చేసుకుంటావు లేదా? చేసుకోను. వదలు, వదలు.
ఇంటికి పదవే, ఇంటికి పదమంటున్నా. గొంతు నువ్వు చొప్పు సిగ్గులేదా? ఓ ఏంటమ్మా, ఏమైంది వదినా? నీ సుపుత్రుని అడుగు. ఇలా చూడు, ఇవాళతో అన్ని తెగిపోయాయి. నా కూతురు నేను అదుపులో ఉంచుకుంటాను. నీ కొడుకు గనక మళ్ళీ నా గడప తొక్కాడో తర్వాత ఏం జరుగుతుందో నాకే తెలీదు. അയ്യ, ചിരിക്കാതെ വലിച്ചു കയറ്റ്, അല്ലേ തന്നെ നാറ് നശിച്ചോരെ ജന്മം. എന്റെ അടുത്ത് വരണ്ട, എനിക്കിഷ്ടമല്ല നിങ്ങളെ. నీకోసం ఈ దాహం, నీకోసం ఈ దాహం, నీ తీపి తేనె కోరి మోహమే. శృంగారం సౌందర్యం, శృంగారం సౌందర్యం, నీ వేడి ధార కోరి వెల్లువే. నా గుండెలో నీ ఊసులో, పూలలో నా ఆశలన్నీ కావాలి. నీకోసం నీకోసం ఈ దాహం, ఈ దాహం, నీకోసం ఈ దాహం, నీ తీపి తేనె కోరి మోహమే. ఏకాంత సీమ సయ్యంతి భామ, నీ తపవేదమే నిండింది. హే నాలోన నిండి నువ్వుండి పోరా, శృంగార మేఘం కురిసిందిలే. ఈ రాసలీల వేళ చిరుహాయి వేడి కోరు, మనలోని మౌన రాగం చిరుగాటు కోరి చూడు. అనురాగం ఒక యోగం శుభబంధం, నీకోసం ఈ దాహం, నీ తీపి తేనె కోరి మోహమే. మదనాగ్ని బాణం సంధించి ప్రాయం, తనువంత తాపం ఇదో ప్రవాహం. వాత్సాయనాస్త్రం కోరింది మోహం, ఒక కుంటి హేళ చిగురించు. తొలి తోడువై ఉండవా, అది ఆశకే వసంతం. ఎదతుండెనే వెల్లువై, ఇది మరువరాని తాపం. ఋతురాగం శృతి మించు ఆరాటం.
ഇങ്ങോട്ട് വന്നോളൂ. താമര പെണ്ണാണല്ലോ ഇന്ന് കൂട്ടിനെ. എല്ലാം കണ്ട് പഠിക്കട്ടെ. പെടക്കണ മീനാണ് വന്നോളൂ, വന്നോളൂ, ആ ചിന്നമ്മോ, ഇതിന് എന്നാ വിലയാ? പേഴ്സിലൊന്നും വേണ്ട, 50 രൂപ രൊക്കം. ഓ, അത് ഇച്ചിരി കൂടുതലാണല്ലോ ചിന്നമ്മേ. നല്ല മീൻ കിട്ടണമെങ്കിലേ കാശ് മുടക്കണം അപ്പനെ. വെറുതെ കരയിൽ കൊട്ടയായിട്ട് നിന്നാലേ കൊട്ടയിലോട്ട് വന്ന് മീൻ കയറത്തില്ല. വെറുതെ നോക്കിയിരിക്കാതെ മീൻ എടുത്തു കൊടുക്കുക താമരെ. വന്നോളൂ 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 വന്നോളൂ. നല്ല പിടക്കണ മീനാണ്. ഈ മീൻ എന്താ വില? ഏത്? ഈ മീൻ ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇങ്ങോട്ട് വാടി വാടി. നിന്റെ മുമ്പിലിട്ട് ആ പൊട്ടനെ കുത്തിക്കീറാൻ അന്ന് വന്നതാ ഞാൻ. അത് നടന്നില്ല. പോട്ടെ, എന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാമെന്ന് കരുതിയോടി നീ. മതി, തീർന്നു നിന്റെ ഇവിടത്തെ പൊറുതി. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. ఈ వారం మ్యాగజైన్ ఉందా? లోపలుంది. అలా చెప్పకపోతే తెచ్చేవచ్చుగా. ఇదిగో చివరిసారిగా చెప్తున్నాను, ఇంకోసారి నాతో ఇలా మాట్లాడాలు మెలగడాలది పెట్టుకోవద్దు.